വരുമാനം കൂട്ടണം, ചിലവ് കുറക്കണം, സേവ് ചെയ്യണം, ഇൻഷുറൻസ് എടുക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതെല്ലാം അവിടെ ഇവിടെയായി കുറച്ചൊക്കെ മാത്രം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മളുടെ ലൈഫ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ എല്ലാം ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു പേഴ്സണൽ ഫൈനാൻസ് പ്ലാൻ ഉണ്ടാക്കണം. അങ്ങനെ ഒരു പ്ലാൻ ഒരു എക്സൽ ഷീറ്റിൽ ഉണ്ടാക്കി ജീവിതം അതിശക്തമാക്കാനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലേണിംഗ് സീരീസിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആദ്യം മുതൽ എല്ലാ ക്ലാസ്സും കണ്ട് ഇവിടെ വരെ എത്തിയവർക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഹായ്, ഞാൻ നിങ്ങളുടെ ആശാൻ ഷാരിഖ് ഷംസുദ്ദീൻ. പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി മുഴുവനായി പഠിക്കുന്ന ഈ സീരീസിലേക്ക്, എങ്ങനെ ഒരു കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കണമെന്ന് മുഴുവനായി തന്നെ പഠിക്കുന്ന ഈ സീരീസിലെ 12ാമത്തെയും അവസാനത്തെയും ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ലേണിംഗ് സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മുഴുവനായി കാണുക. നമുക്ക് പണത്തെ പേടിക്കാതെ ജീവിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ അജണ്ട സിമ്പിൾ ആണ്. ഈ സീരീസിന്റെ ലക്ഷ്യം എന്താ? പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റ് പഠിച്ച് അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ലൈഫ് നന്നാക്കുക, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുവരെയുള്ള 11 ക്ലാസ്സുകളിൽ നമ്മൾ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റ് ഓരോ പില്ലറുകളും വിശദമായി പഠിച്ചു. അപ്പോൾ ഈ ഫൈനൽ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ അറിവുകളും ഉപയോഗിച്ച് ജീവിതം കിടിലമാക്കാനുള്ള ആ ഫൈനൽ ഫുൾ കോംപ്രിഹെൻസീവ് പേഴ്സണൽ ഫൈനാൻസ് പ്ലാൻ ഉണ്ടാക്കാൻ പഠിക്കാൻ പോവുകയാണ്. ഇതുകൂടി കഴിയുമ്പോൾ ഈ സീരീസിന്റെ ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതം അതിശക്തമാക്കാനുള്ള നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സീരീസിലെ മറ്റ് എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ട് ഈ ക്ലാസ് കണ്ടാലാണ് ഇതിന്റെ ഫുൾ എഫക്റ്റും ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടുക. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായി ശ്രദ്ധിച്ച് തന്നെ കാണുക. ലാസ്റ്റ് ക്ലാസ് അല്ലേ, എല്ലാവരും ഏറ്റവും ശക്തമായിട്ട് തന്നെ താഴെ ചെന്ന് അറ്റൻഡൻസ് ഇടണം. അതുപോലെ തന്നെ ഇതിലെ പ്ലാനിങ്ങിന്റെ ആ ഒരു എക്സൽ ഷീറ്റും പ്രസന്റേഷനും കിട്ടാൻ താഴത്തെ ലിങ്കിൽ പോയാൽ മതി. ഗിവ് അവേക്ക് ഇതുവരെ 5000-ഓളം ആൾക്കാരാണ് എല്ലാ ക്ലാസ്സുകളും കണ്ട് മാർക്ക് കംപ്ലീറ്റഡ് കൊടുത്ത് എലിജിബിൾ ആയിട്ടുള്ളത്. ജനുവരി 31 വരെ സമയമുണ്ട്. കൂടുതൽ പേരെ എന്തായാലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദി നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു പേഴ്സണൽ ഫൈനാൻസ് A to Z ബൈ മാർക്കറ്റ് ഫീഡ്. എല്ലാവരെയും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ഒരു ലേണിംഗ് സീരീസ് ചെയ്യുന്നതും ഈ ചാനലിലെ മറ്റു മിക്ക വീഡിയോകൾ ചെയ്യുന്നതും. പക്ഷേ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര പഠനം കൊണ്ട് മാത്രം തീരുന്നില്ല. അതിലേക്ക് എത്താനുള്ള യാത്രയിൽ നിങ്ങൾക്ക് പല ഫൈനാൻഷ്യൽ പ്രോഡക്ട്സും സർവീസസും ആവശ്യമുണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് എത്തിക്സോട് കൂടി മിസ്സെല്ലിംഗ് ഇല്ലാതെ മലയാളം കസ്റ്റമർ സർവീസോട് കൂടി തരാനായിട്ട് ഞാൻ റൺ ചെയ്യുന്ന എന്റെ കമ്പനിയാണ് മാർക്കറ്റ് ഫീഡ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ്, ആൽഗോ ട്രേഡിംഗ് എന്നുള്ള സർവീസുകൾ ഇന്ന് മാർക്കറ്റ് ഫീഡ് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫറിംഗ്സിനെയും ഞങ്ങൾ പാർട്ട്ണർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ സർവീസസിനെയും പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ജോയിൻ ചെയ്യാനുമായി താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഒരു പേഴ്സണൽ ഫൈനാൻസ് പ്ലാൻ എന്നും അത് എന്തിനാണ് ഉണ്ടാക്കേണ്ടത് എന്നുമാണ്. വാട്ട് ഈസ് എ പേഴ്സണൽ ഫൈനാൻസ് പ്ലാൻ? വൈ ക്രിയേറ്റ് എ പ്ലാൻ? പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിലെ 7 പില്ലറുകൾ ഉണ്ട് നമ്മൾ പഠിച്ചു. ഇൻകം, എക്സ്പെൻസ്, സേവിങ്സ്, ലോൺ, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ടാക്സ്. കഴിഞ്ഞ 11 ക്ലാസ്സുകളിൽ ഇതിനെ ഓരോന്നിനെ പറ്റി നമ്മൾ വിശദമായി പഠിച്ചല്ലോ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പേഴ്സണൽ ഫൈനാൻസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ 7 പില്ലറുകളിലും പ്ലാൻസ് ഉണ്ടാക്കലാണ്. അതെല്ലാം ഒരുമിച്ച് വെച്ച് ഗോൾസിലേക്ക് എത്തുമെന്ന് ഉറപ്പുവരുത്തലാണ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് ബ്ലൂ പ്രിന്റിനെയാണ് പേഴ്സണൽ ഫൈനാൻസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് ഓരോ ആൾക്കാരും അവരവരുടെ ജീവിത സാഹചര്യം വെച്ച് അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും ഗോൾസും ഒക്കെ നോക്കി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്ലാനാണ്. ഒരു എക്സൽ ഷീറ്റ് യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഈസിയായി പറ്റുന്നതാണ്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കുറെ കൂടി നന്നായി മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നിങ്ങൾ ഒരു ക്രിക്കറ്റ് മാച്ച് കളിക്കുകയാണെന്ന് വിചാരിക്കുക. കുറെ ബൗണ്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ടോ കുറെ വിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ടോ മാച്ച് ജയിക്കണമെന്നില്ല. കളി ജയിക്കണമെങ്കിൽ ആദ്യം ഒരു ഗോൾ വേണം. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ എത്ര റൺസ് എടുക്കണം എന്നായിരിക്കുമല്ലോ ഗോള്. ഇനി സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ടാർഗറ്റ് എത്രയാണെന്ന് ഓൾറെഡി അറിയുമായിരിക്കും. എന്നിട്ട് ആ ഗോളിലേക്ക് എത്താൻ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഏത് ഓവേഴ്സിൽ റിസ്ക് എടുക്കണം, ഏതിൽ സേഫ് ആകണം, എന്ത് ഓർഡറിൽ ബാറ്റ്സ്മാൻ ഇറങ്ങണം, എപ്പോ ആരെ കൊണ്ട് ബൗൾ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടാക്കണം. അല്ലാതെ
ഓരോ ബോൾ നന്നായി എന്ന് പറഞ്ഞിട്ട് മാത്രം കളി ജയിക്കില്ല. അതുപോലെ തന്നെ പേഴ്സണൽ ഫൈനാൻസിലും ഓരോ പില്ലർ നന്നായി ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. എല്ലാ പില്ലേഴ്സും നമ്മുടെ ഗോളിനനുസരിച്ച് ഒരു പ്ലാൻ ആയി സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ജയിക്കുകയുള്ളൂ. അതായത് സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ജീവിതത്തിൽ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്താണ് ഒരു പേഴ്സണൽ ഫൈനാൻസ് പ്ലാൻ എന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പേഴ്സണൽ ഫൈനാൻസ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. ഹൗ ടു ക്രിയേറ്റ് എ പ്ലാൻ. ഈ ക്ലാസിന്റെ ഈ സീരീസിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെക്ഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതുവരെ പഠിച്ചത് എല്ലാം തന്നെ ഒരുമിച്ച് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പ്ലാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പേഴ്സണൽ ഫൈനാൻസ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് പറയേണ്ടത് ശരിക്കും 3 ഡിഫറെന്റ് ഗോൾസിനുള്ള 3 ഡിഫറെന്റ് പ്ലാൻസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് 3 ഉണ്ടാക്കുമ്പോഴാണ് ഫുൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. 1, ഇന്നത്തെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള പ്ലാൻ. 2, ഫ്യൂച്ചർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാൻ. 3, നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ മീറ്റ് ചെയ്യാനുള്ള പ്ലാൻ. ശരിക്കും ഒരാൾ ജീവിതവും പ്ലാനിങ്ങും എങ്ങനെ നന്നായി പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് ഈ 3 ഈ ഓർഡറിൽ തന്നെ വേണമെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്നത്തെ ലൈഫിന് സേഫ്റ്റി തരാനുള്ള പ്ലാൻ അല്ലേ നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. അതായത് അന്നന്നത്തെ സമാധാനം പോകാതെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്നതായിരിക്കണം ആദ്യത്തെ ലക്ഷ്യം. ശരിയല്ലേ? അത് തന്നെ ആയിരിക്കേണ്ട എല്ലാവരും ആദ്യം അച്ചീവ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ ആയിട്ട് മാത്രം രണ്ടാമത്തെ ഗോളിനെ പറ്റി ചിന്തിച്ചാൽ മതി. അതായത് ലോങ് ടേമിൽ മാറ്റിവെക്കാൻ പറ്റാത്ത റിട്ടയർമെന്റ് പോലുള്ള മസ്റ്റ് ഹാവ് ഫൈനാൻഷ്യൽ ഗോൾസിലേക്ക് പ്ലാനിങ് തുടങ്ങാം. അതുമെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം മാത്രം 3ാമത്തെ ഗോളായ ലൈഫ് സ്റ്റൈല് കൂട്ടി കിടിലമാക്കുക എന്നുള്ളതിലേക്ക് പോയാൽ മതി. അപ്പൊ പറഞ്ഞതുപോലെ ഈ 3 ഡിഫറെന്റ് ഗോൾസിനും വേണ്ട ഫൈനാൻഷ്യൽ പ്ലാൻസ് നമ്മൾ ഉണ്ടാക്കണം. 3ഉം വളരെ ഡിഫറെന്റ് ഗോൾസ് ആയതുകൊണ്ട് ഓരോന്നിനും പ്ലാനിങ്ങിൽ ചെയ്യേണ്ട സ്റ്റെപ്സും വേറെയാണ്. അപ്പൊ നമുക്ക് ഓരോ ഗോളിനും വേണ്ട പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അതിന്റെയൊക്കെ പ്രാക്ടിക്കലും നോക്കി പഠിക്കാം. പ്ലാൻ 1, ടുഡേസ് സേഫ്റ്റി പ്ലാൻ. ഇപ്പൊ പഠിച്ചതുപോലെ ഇതായിരിക്കണം എല്ലാവരും അച്ചീവ് ചെയ്യേണ്ട ആദ്യത്തെ ഗോള്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ ആണ് ആദ്യം തന്നെ എല്ലാവരും ഉണ്ടാക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സമാധാനമുള്ള, പൈസയെ ആലോചിച്ച് സ്ട്രെസ് ഇല്ലാത്ത, ചെറിയ അൺഎക്സ്പെക്ടഡ് ഷോക്സ് ഒക്കെ ഉണ്ടായാലും പണി പാളാത്ത അവസ്ഥയിലേക്ക് ജീവിതത്തെ എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ബേസ് ഉണ്ടാക്കിയാൽ കിട്ടുന്ന സമാധാനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത് തന്നെ ആയിരിക്കണം എല്ലാവരുടെയും ആദ്യത്തെ ഗോള്. നിങ്ങൾ ഇത്രയും ക്ലാസ്സുകൾ പഠിച്ചു വന്നവർ ആയതുകൊണ്ട് കുറച്ച് ടെക്നിക്കലിയും കാര്യങ്ങൾ പറയാലോ. ശരിക്കും ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സേവിങ്സ്, ഇൻഷുറൻസ്, ലോൺ, എക്സ്പെൻസ്, ഇൻകം എന്ന പില്ലേഴ്സിലാണ്. ബേസിക്കലി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് മാന്യമായ, ഓവർ ചിലവുകളില്ലാത്ത, വേണ്ടാത്ത ലോണുകളില്ലാത്ത, നിയർ ടേമും ലോങ് ടേമും പ്രൊട്ടക്ഷൻ ഉള്ള ലൈഫ് നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് ബേസിക് സേഫ്റ്റി, ബേസിക് സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലെ സ്റ്റെപ്സ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഫൈനാൻഷ്യൽ അവസ്ഥയുടെ ഒരു ഓഡിറ്റ് നടത്തണം. നമ്മുടെ ജീവിതത്തിലെ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിലെ ഓരോ പില്ലറും എടുത്തു വെച്ച് നോക്കി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കണം. എല്ലാം എഴുതി വെച്ച് നോക്കുമ്പോൾ ലൈഫിൽ പൈസ ഒഴുകുന്ന രീതി നമുക്ക് മനസ്സിലാകും. ഒരു ഫുൾ പിക്ചർ കിട്ടും. വരുമാനത്തിന് താങ്ങാൻ പറ്റാത്ത ചിലവുകൾ ഉണ്ടെന്നോ, വരുമാനത്തിൽ ലോണുകളുടെ ഇന്നത്തെ ഭാരം കൂടുതലാണെന്നോ, ആവശ്യത്തിനുള്ള സേവിങ്സ് കയ്യിലില്ല എന്നോ ഒക്കെ നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ ഓഡിറ്റ് നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ശരിയാക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. പാസ് ആകണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ചിലവുകളും ഇൻഷുറൻസും ലോൺസും സേവിങ്സും ഉള്ള രീതിയിലേക്ക് ഇന്നത്തെ ജീവിതത്തെ എത്തിക്കാൻ നമ്മൾ നോക്കണം. അതിന് നമ്മൾ എന്തായാലും ശ്രമിക്കണം. അതിനുവേണ്ടി ലോണുകൾ ചിലപ്പോൾ പെട്ടെന്ന് അടച്ചു തീർക്കേണ്ടി വരും, സേവ് ചെയ്ത് തുടങ്ങേണ്ടി വരും, ഇൻഷുറൻസ് ഒക്കെ ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കേണ്ടി വരും. ഇതിനെല്ലാം വേണ്ടി ഇന്നത്തെ ജീവിതത്തിലെ ചിലവുകൾ കുറയ്ക്കേണ്ടി വരും. ചിലപ്പോൾ വരുമാനം കൂട്ടുന്ന പ്ലാൻസും ഉണ്ടാക്കേണ്ടി വരും. ഈ പറഞ്ഞതെല്ലാം തന്നെ എക്സാക്ട്ലി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഓരോ പില്ലറിന്റെയും ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ലിങ്ക് പിന്നെയും മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഓഡിറ്റ് നടത്തുമ്പോൾ കാര്യങ്ങൾ ഹെൽത്തി അല്ല എങ്കിൽ വേണ്ട മാറ്റങ്ങൾ നടത്തി ഹെൽത്തി ആക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കണം. ഇനി ഹെൽത്തി ആയി കഴിഞ്ഞാൽ അടിപൊളി, ഈ ഒരു ഗോൾ അച്ചീവ് ആയി എന്നാണ് അർത്ഥം. അപ്പോ അത് അങ്ങനെ തന്നെ നിലനിർത്താനുള്ള പ്ലാനാണ് പിന്നെ വേണ്ടത്. അത് സിമ്പിൾ ആണ്. മുന്നിലേക്ക് തോന്നിയാസങ്ങൾ കാണിച്ച് ആ നല്ല അവസ്ഥ നശിപ്പിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇതുവരെ കേട്ട തിയറി മനസ്സിലായി എങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു എക്സൽ ഷീറ്റിൽ പോയി എങ്ങനെ ഇത് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു ഫുൾ ഫൈനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഷീറ്റ് ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 3 ഗോൾസിന് വേണ്ട 3 പ്ലാൻസ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഓരോ പ്ലാൻ ഉണ്ടാക്കാനും താഴെ 3 ടാബുകൾ കൊടുത്തിട്ടുള്ളതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് ഓരോ പ്ലാനും പഠിക്കുമ്പോൾ താഴെ വന്നിട്ട് അതാത് ടാബ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് പഠിക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്തായാലും ആദ്യത്തെ പ്ലാൻ ആണല്ലോ, അതായത് ഇന്നത്തെ സേഫ്റ്റി നോക്കേണ്ട പ്ലാൻ ആണല്ലോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ടാബാണ് യൂസ് ചെയ്യുന്നത്, പ്ലാൻ 1, ടുഡേസ് സേഫ്റ്റി പ്ലാൻ. അപ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാനും കോപ്പി ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്കും ഈ ഷീറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം
ടുഡേ സേഫ്റ്റി പ്ലാൻ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഷീറ്റിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്, അതായത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളിൽ ഓരോരുത്തരും ഇൻപുട്ട് ചെയ്യേണ്ട ഡേറ്റകളാണ്. അത് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇൻപുട്സ് ഫിൽ ദീസ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ ഏർണിങ്സ്, ഈ കാണുന്നത് ഇത്രയും നിങ്ങളുടെ വരുമാനത്തിന് അറൗണ്ട് നിങ്ങൾ വന്ന് എൻ്റർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം വേറെയാണ്. നമ്മൾ വന്ന് നമ്മുടെ കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടായി വരിക. അപ്പൊ ആദ്യം നമ്മൾ വന്നിട്ട് നമ്മുടെ വരുമാനത്തിന്റെ കാര്യങ്ങൾ എൻ്റർ ചെയ്യണം. അടുത്തത് കാണുന്നത് നമ്മുടെ സ്പെൻഡിങ്ങിന് അറൗണ്ട് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്പെൻഡിങ് എന്ന് പറയുമ്പോഴും സ്പെൻഡിങ്ങിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് കൺസംഷൻ എക്സ്പെൻസസും മന്ത്ലി ഉള്ള നോൺ ലോൺ ആയിട്ടുള്ള, അതായത് ലോണുകൾ അല്ലാത്ത കമ്മിറ്റ്മെന്റ് എക്സ്പെൻസസുമാണ് നമ്മൾ ഇവിടെ വന്ന് എഴുതേണ്ടത്. അതിനുശേഷം താഴോട്ട് നോക്കുകയാണെങ്കിൽ ലോൺസ്, ഇന്ന് ഏതൊക്കെ ലോൺസ് ഉണ്ട്, അതിന് എത്ര EMI അടക്കുന്നുണ്ട് എന്നുള്ളത് എഴുതണം. അതിനുശേഷം വന്നിട്ട് ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യണം. അതിനുശേഷം സേവിങ്സ് എന്നുള്ളത് നിങ്ങളുടെ പില്ലറിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ വന്നിട്ട് നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ഏറ്റവും അവസാനം ഇൻവെസ്റ്റിംഗ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ വന്ന് എഴുതേണ്ടതുണ്ട്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചതുപോലെ ജീവിതത്തിന് തന്നെ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഓഡിറ്റ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. എല്ലാ പില്ലറിലെയും ഏറെക്കുറെ എല്ലാ പില്ലറിലെയും കാര്യങ്ങൾ ഇവിടെ വന്ന് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കാം. കുറെ കാര്യങ്ങൾ ഈ ഷീറ്റ് തന്നെ നമുക്ക് പറഞ്ഞുതരും. നമ്മുടെ ജീവിതത്തിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഇന്ന് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഷീറ്റ് തന്നെ നമുക്ക് പറഞ്ഞു തരും. പല രീതിയിലുള്ള, ഒന്ന് നമ്മുടെ ജീവിതത്തിന്റെ മന്ത്ലി ക്യാഷ് ഫ്ലോ ഈ ഷീറ്റ് പറഞ്ഞു തരും. അതായത് ചെലവുകൾ കഴിഞ്ഞിട്ട് നമ്മൾ സർപ്ലസിലാണോ അതോ ഓൾറെഡി പ്രശ്നത്തിലാണോ എന്നുള്ളത് ഈ ഷീറ്റ് പറഞ്ഞു തരും. അതിനുശേഷം കുറച്ച് ഫൈനാൻഷ്യൽ റേഷ്യോസ് ഉപയോഗിച്ചിട്ട് ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന്, ഫൈനാൻഷ്യൽ ഹെൽത്ത് എന്താണെന്ന് ഇത് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും അവസാനം കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മെട്രിക്സ് കൂടി നോക്കിയിട്ട് ഒരു ഫൈനൽ അനാലിസിസ് ചെക്ക്, ഒരു വെർഡിക്റ്റ് കൂടി ഈ ഷീറ്റ് തരും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഓഡിറ്റ് ഇവിടെ നടത്തിയിട്ട് ഈ ഫൈനൽ അനാലിസിസ് ചെക്ക് എന്നുള്ളത് ഗുഡ് അല്ലെങ്കിൽ ഹെൽത്തി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ട മാറ്റങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിപ്പോ തിയറിയിൽ പഠിച്ചതുപോലെ ആദ്യം നിങ്ങൾ എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഇവിടെ ഇൻപുട്ട് ചെയ്യണം. അപ്പൊ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇവിടെ സൈഡിൽ വന്നിട്ട് അനാലിസിസിൽ എന്താണ് പറയുന്നത് നോക്കണം. മോശമാണ് എങ്കിൽ നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് ഇത് മോശത്തിൽ നിന്ന് നല്ലതാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ആ പ്ലാൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ഓരോ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇത് നല്ലതാക്കിയതിനു ശേഷം മാത്രം പ്ലാൻ 2ലേക്ക് പോകണം. അപ്പൊ എന്തായാലും ഇത് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പൊ തന്നെ കാണുന്നുണ്ടാവും ഇവിടെ കുറെ അധികം നമ്പേഴ്സ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരാളുടെ, ഒരു ഫാമിലി ആയിട്ട് കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാളുടെ കേസ് എടുത്തിട്ട് ഞാൻ കുറച്ച് നമ്പേഴ്സ് ഫില്ല് ചെയ്തതാണ്. പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെ അനലൈസ് ചെയ്യണമെന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് വരുമാനത്തിന് അറൗണ്ട് ഉള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും പോസ്റ്റ് ടാക്സ് ഇൻകം ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം എന്താ, പ്രൈമറി ഇൻകം, അതായത് പേഴ്സൺ 1 ഫാമിലി ആണെന്ന് പറഞ്ഞു, കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു കപ്പിളാണ്. അപ്പൊ അതിൽ പേഴ്സൺ 1ന്റെ പോസ്റ്റ് ടാക്സ് ഇൻകം ഇവിടെ ഇട്ടിട്ടുണ്ട് 70,000 രൂപയാണ്. പിന്നീട് എന്താ, പേഴ്സൺ 2ന്റെ പോസ്റ്റ് ടാക്സ് മന്ത്ലി ഇൻകം ഇട്ടിട്ടുണ്ട് 45,000 രൂപയാണ്. അപ്പോൾ ടോട്ടൽ മന്ത്ലി ഇൻകം വരുന്നത് 1,15,000 രൂപയാണ്. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത സ്പെൻഡിങ്ങിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ കൺസംഷൻ എക്സ്പെൻസസും നോൺ ലോൺ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് എക്സ്പെൻസസുമാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ പലവിധ കാര്യങ്ങളിൽ അവർ എങ്ങനെയാണ് ചെലവുകൾ വരുന്നത് എന്നുള്ളത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇന്ന് മോശമല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയുടെ എക്സ്പെൻസ് വെച്ചിട്ടാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് വിശദമായി മനസ്സിലാകും. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, പലർക്കും ടെൻഷനാണ്, ഇതിൽ ഓരോ ലൈനായിട്ടും എങ്ങനെ വന്ന് ആഡ് ചെയ്യും. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എന്താണ് ഈ ഹെഡേഴ്സ് എന്നെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും വരുന്ന ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ടാവും. ഇനി അതല്ലാത്ത ചെലവുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ അതേഴ്സ് 1, 2, 3, 4, 5 വന്നിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുക, ഇതിൽ എത്രയാണ് ചെലവ് വരുന്നത് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാകും. ഈ റെന്റ് ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ളതും യൂട്ടിലിറ്റീസും ഒക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. പക്ഷെ ബാക്കിയുള്ളത് നിങ്ങൾക്കൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഇരുന്ന് ആലോചിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ മാസങ്ങളുടെ UPIയും ബാങ്ക് സ്റ്റേറ്റ്മെന്റും അങ്ങനെയുള്ള പരിപാടികളിലൂടെ കടന്നു പോയാലും ഒരു ഉദ്ദേശ ഐഡിയ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടിയാൽ മതി എന്നുള്ളത് മാത്രമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാനാണ്. ഇതിൽ 1 രൂപ അല്ലെങ്കിൽ 10 രൂപ 100 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആരും മാർക്ക് കുറക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ വരില്ല. അപ്പൊ നിങ്ങൾ ഒരു ഉദ്ദേശം, അപ്രോക്സിമേറ്റ് ആവറേജ് വാല്യൂ ഒക്കെ ഇട്ട് പോയിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു പ്ലാൻ ഉണ്ടാക്കലല്ലേ നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഒരു ആവറേജ് വാല്യൂ എങ്കിലും ഇടാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ ഈ ഒരാളുടെ കേസിൽ ഇങ്ങനെ പല വിധത്തിലുള്ള എക്സ്പെൻസ് ഇടുമ്പോൾ ടോട്ടൽ സ്പെൻഡിങ് മാസം വരുന്നത് 92,500 രൂപയാണ്. അപ്പോൾ സ്പെൻഡിങ് കഴിഞ്ഞാൽ അടുത്ത് നോക്കേണ്ടത് ലോൺസ് ആണ്. ഈ ഒരു ഫാമിലിക്ക് 2 ലോണുകൾ ഉള്ളതായി കാണാൻ പറ്റുന്നുണ്ട്. ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട് 8 ലക്ഷം രൂപയുടെ, ഒരു കാർ ലോണും ഉണ്ട് 6 ലക്ഷം രൂപയുടെ. അപ്പൊ ഇതിന് രണ്ടിന്റെയും EMIകൾ വെച്ചിട്ട് ടോട്ടൽ EMI മാസം 24,000 രൂപ അടക്കണം എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. ഇനി ഇൻഷുറൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല,
കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ, ടേം ഇൻഷുറൻസും എടുത്തിട്ടില്ല. കാറിന് ഇൻഷുറൻസ് ഉണ്ട്, അത് പിന്നെ നിയമപരമായി ആവശ്യമുള്ളതുകൊണ്ട് കാറിന് ഇൻഷുറൻസ് ഉണ്ട്, അതിനൊരു 1000 രൂപ കൊടുക്കുന്നുണ്ട് മാസം എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഇൻഷുറൻസിന് വരുന്ന ചിലവുകൾ എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, 1000 രൂപ മാസമായിരിക്കില്ലല്ലോ ഇൻഷുറൻസ് എടുക്കുക, വർഷം ഒരു 10000 രൂപയൊക്കെ ആയിരിക്കും ഇൻഷുറൻസ് വരുന്നത്. അപ്പൊ അതിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്തിട്ടാണ് ഈ മന്ത്ലി എക്സ്പെൻസ് എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെ പറയാം, മുകളിൽ വന്ന് ഇങ്ങനെ എക്സ്പെൻസസ് എഴുതുമ്പോൾ ചില ചിലവുകൾ എല്ലാ മാസവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 3 മാസങ്ങളിൽ വരുന്ന ചിലവുണ്ടാവും, ചിലപ്പോൾ റാൻഡംലി വരുന്ന ചിലവുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു വർഷം അങ്ങനെയുള്ള ചിലവുകൾ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഡിവൈഡ് ബൈ 12 ചെയ്തിട്ട് ആണ് മന്ത്ലി എക്സ്പെൻസുകൾ എഴുതേണ്ടത്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അടുത്ത ഇൻപുട്ട് ചെയ്യേണ്ടത് സേവിങ്സ് എന്നുള്ള സംഭവമാണ്. അപ്പൊ ഏറ്റവും ആദ്യം എഴുതേണ്ടത് എമർജൻസി ഫണ്ടിന്റെ എമൗണ്ട് എത്രയാണ് ടാർഗറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്നുള്ളതാണ്. നമ്മൾ സേവിങ്സിന്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവരുടെ കേസിൽ അത് 6 ലക്ഷം രൂപയാണ് വരുന്നത്, അത് 6 ലക്ഷം രൂപ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. എമർജൻസി ഫണ്ട് കോൺട്രിബ്യൂഷൻ പെർ മന്ത് അത് ഇവർ 10000 രൂപയാണ്. എല്ലാ മാസവും 10000 രൂപ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഇവർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ സേവിങ്സ് 10000 രൂപയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. കറന്റ് സേവ്ഡ് ഓൾറെഡി 1 ലക്ഷം രൂപ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇൻവെസ്റ്റിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവർ 1 രൂപ പോലും മ്യൂച്വൽ ഫണ്ടിലേക്കോ സ്റ്റോക്സിലേക്കോ ഒരു SIP ആയിട്ടോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഓഡിറ്റ് നടത്തേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഇതുപോലെ വന്നിട്ട് ആദ്യം ഇവിടെ ഇൻപുട്ട് ചെയ്യുക. അപ്പോൾ ഇവരുടെ കേസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ മന്ത്ലി ഇൻകം വരുന്നത് 1,15,000 രൂപയാണ്. എന്നാൽ ടോട്ടൽ മന്ത്ലി എക്സ്പെൻസ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 1,27,000 രൂപയാണ്. അതായത് നിയർലി ഒരു 12,000 രൂപ നെഗറ്റീവ് ആണെന്ന് കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഇത്ര പെർഫെക്റ്റ് ഒന്നും ആകണമെന്നില്ല. ഇത് ഇവരൊരു ഉദ്ദേശത്തിൽ ഇവരൊരു പ്ലാൻ എഴുതിയതാണ്. ചിലപ്പോ 10000 രൂപ ഫാഷൻ ആൻഡ് ഷോപ്പിംഗ് എന്നുള്ളതിൽ 10000 രൂപ ഇട്ടിട്ടുണ്ട്. അതായത് വർഷം 10000 ഇൻറ്റു 12 മാസം, വർഷം ഒരു 1,20,000 രൂപയുടെ ചെലവ് ഉണ്ടാകും എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്നാണ് 10000 മന്ത്ലി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നെഗറ്റീവിൽ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഒരു വർഷാവസാനം ആകുമ്പോൾ ചെലവ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെലവ് ചെയ്യാതെ ഇരിക്കുന്നുണ്ടാകാം. എന്നാലും ഈ ഒരു പ്ലാൻ കാണുമ്പോൾ, ഈ ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ മനസ്സിലാകുന്നത് ഇവര് ഇങ്ങനെ മുട്ടി അറ്റത്ത് എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയും ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് എന്നുള്ളതാണ് ഇവിടെ ശരിക്കും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നോട്ട്സിൽ നെഗറ്റീവ് ആണ്, പ്ലാൻ നോട്ട് സസ്റ്റൈനബിൾ എന്ന് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ അനാലിസിസിൽ വരികയാണെങ്കിലും എന്താ, ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് റേഷ്യോ, അതായത് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ഇൻകം എന്നുള്ളത് 80%. ഇതാ ഇവിടെ ഓരോന്നിന്റെയും ഫോർമുല അല്ലെങ്കിൽ ഇതിന് എങ്ങനെയാണ് ഇതിന്റെ റൂളുകൾ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അത് പ്രകാരം അത് ബാഡ് ആണ്. കമ്മിറ്റഡ് റേഷ്യോ അത് 100% മേലെയാണ്, അത് തീർച്ചയായിട്ടും ബാഡ് ആണ്. സേവിങ്സ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ 8% മാത്രമേ ഉള്ളൂ, അത് ബാഡ് ആണ്. EMI ടു ഇൻകം റേഷ്യോ 21%, അത് കുഴപ്പമില്ല എന്ന് കാണുന്നുണ്ട്. എഗൈൻ ഓർമ്മിപ്പിക്കുന്നു, ഇതെല്ലാം നമ്മൾ നമ്മുടെ പല ക്ലാസ്സുകളായി പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ എല്ലാം റൂളുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഏറ്റവും അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് മെട്രിക്സ് നോക്കുകയാണെങ്കിൽ എമർജൻസി ഫണ്ട് കവറേജ് 16% മാത്രമേ ഉള്ളൂ. അതായത് 6 ലക്ഷമാണ് ഇവർക്ക് എമർജൻസി ഫണ്ട് വേണ്ടത്, എന്നാൽ ഇപ്പൊ 1 ലക്ഷം മാത്രമേ ഉള്ളൂ. ടേം ഇൻഷുറൻസ് ഇല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, 0 ആണ്. EMI ടു ഇൻകം റേഷ്യോ കുഴപ്പമില്ല, 21%. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ ഇവരുടെ ഇന്നത്തെ ഫൈനാൻഷ്യൽ ഹെൽത്ത് ബാഡ് ആണ് അല്ലെങ്കിൽ റെഡിലാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓഡിറ്റ് നടത്തി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനൊരു അവസ്ഥ ഇത് ആദ്യം മനസ്സിലാവുകയാണെങ്കിൽ ഇനി ഇതിനെ ഗ്രീൻ ആക്കാനുള്ള, ഇനി ഇതിനെ നന്നാക്കാനുള്ള പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ പ്ലാൻ ആണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. ഇവരുടെ തന്നെ കേസിൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഓൾറെഡി 12,000 രൂപ ഇവര് കുറവിലാണ് ഉള്ളത്. അപ്പൊ അത് തന്നെ ആദ്യം നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെ നോക്കും? അപ്പൊ ഈ ചിലവുകളിൽ ഏതൊക്കെ ചിലവുകൾ ഏറ്റവും ആദ്യം കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. റെന്റ് ആൻഡ് മെയിൻ്റനൻസ് കട്ട് ചെയ്യാൻ പറ്റും? ഇല്ല. ഒരു വീടിന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ ചിലവുകൾ അത്ര പെട്ടെന്ന് ചിലപ്പോൾ കുറക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഫാഷൻ ആൻഡ് ഷോപ്പിങ്ങിന് വർഷം 1,20,000 രൂപ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറച്ച് 5000 ആക്കുകയാണെങ്കിൽ, അതായത് വർഷം 1,20,000 രൂപ ചെലവാക്കുന്നതിന് പകരം വർഷം 60,000 ചെലവാക്കുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ 5000 രൂപ അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് വെക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 10000 രൂപ ഇട്ടുണ്ട്. അതായത് ഒരു വർഷം 1 ലക്ഷം രൂപയുടെ ട്രാവൽ ട്രിപ്പ് നടത്തുമെന്ന് എഴുതിയിട്ടുണ്ട്. ജീവിതം ഇപ്പൊ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ട്രിപ്പുകൾ പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ജീവിതം ജീവിക്കുന്നത് നല്ല സന്തോഷത്തിനും നല്ലൊരു ജീവിതം ജീവിക്കാൻ തന്നെയാണ്. അപ്പൊ അത് മുഴുവനായി കട്ട് ചെയ്യാതെ 1,20,000 രൂപ ചെലവാക്കുന്നതിന് പകരം മേ ബി ഒരു 5000 രൂപ പെർ മന്ത് എന്ന് പറയുമ്പോൾ വർഷം ഒരു 60,000 രൂപ ചെലവാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും ഇവിടെ വരുത്തിയതിനു ശേഷം ഇൻഷുറൻസുകൾ എടുക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുക. അങ്ങനെ ഇൻഷുറൻസുകൾ എടുത്തിട്ട് അതിന്റെ എമൗണ്ട്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ 2 പേർക്ക്, അതായത് ഒരു ഹസ്ബൻഡും വൈഫും ഉള്ള ഫാമിലിക്ക് 10 ലക്ഷം രൂപയുടെ ഒരു കവറൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും വേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ മാസം ഒരു 2000 രൂപയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ടേം ഇൻഷുറൻസ് ഞാൻ മനസ്സിലാക്കുന്ന 1 കോടി 1.5 കോടിയുടെ ടേം ഇൻഷുറൻസ് എടുക്കാൻ മാസം ഒരു 1000 രൂപയായിരിക്കും ആവശ്യം വരിക. ഇൻവെസ്റ്റ് ഒട്ടും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് അധികം സ്പീഡിലല്ല ബിൽഡ് ചെയ്യുന്നത്. ഇപ്പൊ 10000 രൂപ മാത്രമേ എമർജൻസി ഫണ്ടിലേക്ക് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു പേസിലാണ് ബിൽഡ് ചെയ്യുന്നത് എങ്കിൽ 6 ലക്ഷത്തിലേക്ക് എത്താൻ കുറെ വർഷങ്ങൾ എടുക്കും. അപ്പൊ കുറേയും കൂടെ പൈസ കണ്ടെത്തി എമർജൻസി ഫണ്ട് എത്രയും പെട്ടെന്ന് ബിൽഡ് ചെയ്യുക. അതിനുശേഷം
അതിനുശേഷം ആ ഒരു പൈസയെ ഇൻവെസ്റ്റിംഗിലേക്ക് റൂട്ട് ചെയ്യുക. അപ്പൊ എല്ലാം ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പൊ എന്റെ പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസിനെ ഓഡിറ്റ് ചെയ്യാം. അങ്ങനെ എക്സ്പെൻസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ബുദ്ധിപരമായി കുറക്കാൻ പറ്റും എന്നുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യുന്ന പൈസ കൊണ്ടുവന്നിട്ട് ഇൻഷുറൻസ് എടുക്കുന്നതിലേക്ക് ഉപയോഗിക്കാം, സേവിങ് കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യുന്നതിലേക്ക് ഉപയോഗിക്കാം. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസയെ ഇൻവെസ്റ്റിംഗിലേക്ക് റോട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയുള്ള മെട്രിക്കുകൾ എല്ലാം ഗ്രീൻ ആവുകയും ഈ ഒരു ഫൈനൽ അനാലിസിസ് ചെക്കും ഹെൽത്തി അല്ലെങ്കിൽ ഗ്രീൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ട് നടക്കുന്നില്ല എങ്കിൽ പിന്നെ ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇൻകം കൂട്ടുക എന്നുള്ളത്. കാര്യമായി അപ്സ്കില്ലിംഗ് ചെയ്ത് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇൻകം കൂട്ടുന്നതിലൂടെയും ഈ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആണ്. അപ്പൊ ഇതെല്ലാമാണ് പ്ലാൻ. അപ്പൊ ഞാൻ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞതുപോലെ പ്ലാൻ 1 ടുഡേ സേഫ്റ്റി പ്ലാൻ എന്ന് പറയുമ്പോൾ ഇൻകം അടക്കം, എക്സ്പെൻസ് അടക്കം, ഇൻഷുറൻസ്, സേവിങ്സ്, ലോൺസ് എന്നുള്ള എല്ലാ പില്ലറുകളിലും പണിയെടുക്കുമ്പോഴാണ് ഇന്നത്തെ ജീവിതം ശരിക്കും നന്നാവുകയുള്ളൂ. ഈ ഒരു പ്ലാൻ തന്നെയാണ് എല്ലാവരും ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ജീവിതം ഫൈനാൻഷ്യലി ഇന്റലിജന്റ് ആയി പണി പാളാതെ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ള ഫസ്റ്റ് ഗോൾ കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഗോളിലേക്ക് നമുക്ക് പോകാം. പ്ലാൻ 2 ഫ്യൂച്ചർ ഗോൾസ് പ്ലാൻ. ഇന്നത്തെ ബേസിക് സേഫ്റ്റിയും ഡിസിപ്ലിൻ ആയാൽ പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത് ഭാവിയിലെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതാക്കലാണ്. അങ്ങനെ മരിക്കുന്നത് വരെ ജീവിതം സ്റ്റഡിയായി വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഗോൾ എന്തായാലും റിട്ടയർമെന്റ് തന്നെ ആയിരിക്കണം. അതായത് ജീവിതകാലം മുഴുവൻ പൈസക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കൽ പോസിബിൾ അല്ല. ഒരു പോയിന്റ് ആകുമ്പോഴേക്കും കയ്യിലുള്ള പൈസ കൊണ്ട് വരുമാനം ഉണ്ടാക്കി ബാക്കി ജീവിതം പൈസയെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ ജീവിക്കാൻ പറ്റണം. അപ്പോൾ റിട്ടയർമെന്റ് എന്ന ഗോളിനുള്ള പ്ലാൻ എന്തായാലും ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പുറമെ മറ്റ് ഫ്യൂച്ചർ ഗോൾസും ഉണ്ടാകാം. ശരിയല്ലേ? 25 വർഷങ്ങൾക്ക് ശേഷം കുട്ടിയുടെ എഡ്യൂക്കേഷൻ നോക്കാൻ ഇത്ര പൈസ വേണമെന്നാകാം. 15 വർഷങ്ങൾക്ക് ശേഷം വീട് വാങ്ങാനോ വെക്കാനോ ഡൗൺ പേയ്മെന്റിന് ഇത്ര പൈസ വേണമെന്നാകാം. 7 വർഷങ്ങൾക്ക് ശേഷം ഡ്രീം കാർ വാങ്ങാൻ ഇത്ര പൈസ വാങ്ങണമെന്നുമാകാം. അപ്പോൾ ഇവിടെയും ടെക്നിക്കലി പറയാനാണെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്ന പില്ലറിലാണ് ഇവിടെ നമ്മൾ പ്ലാൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലെ സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ആദ്യം തന്നെ ജീവിതത്തിലെ മസ്റ്റ് ഹാവ് ഗോൾസ് എഴുതുക. അതായത് എന്തായാലും അച്ചീവ് ചെയ്തേ പറ്റൂ എന്ന നോൺ നെഗോഷ്യബിൾ ഗോൾസ് ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ പറഞ്ഞതുപോലെ റിട്ടയർമെന്റ് ഗോൾ എന്തായാലും എഴുതിയിരിക്കണം. അപ്പോൾ ഗോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് ഈ ഗോളുകളിലേക്ക് എത്താൻ വേണ്ടി എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കണ്ടെത്തി അത് ഇൻവെസ്റ്റ് ചെയ്യലാണ്. മ്യൂച്വൽ ഫണ്ട് SIPകൾ സെറ്റപ്പ് ചെയ്ത് വെക്കലാണ്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് വിശദമായി നമ്മൾ ഇൻവെസ്റ്റിംഗിന്റെ ക്ലാസ്സിൽ വ്യക്തമായി പഠിച്ചതാണ്. ഓരോ ഗോൾസ് അച്ചീവ് ചെയ്യാൻ എങ്ങനെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം, അതിൽ എത്ര റിട്ടേൺസ് ഉണ്ടാക്കാം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എല്ലാം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒന്നുകൂടി പറയുന്നു, ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. വീഡിയോ ദാ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് പഠിച്ച് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഷീറ്റും എല്ലാം ഉപയോഗിച്ച് ഇത് ചെയ്തു വരുമ്പോഴും ഒരു പ്രാക്ടിക്കൽ പ്രശ്നം ചിലപ്പോൾ നിങ്ങൾ നേരിട്ടേക്കാം. ഈ കാൽക്കുലേഷൻ ഒക്കെ വെച്ച് കാണിക്കുന്ന അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ റിയലിസ്റ്റിക്കലി എന്താണ് ചെയ്യാൻ പറ്റുക? ആദ്യം അനാവശ്യ ചിലവുകൾ എവിടെയെങ്കിലും ഇനിയും കുറക്കാനുണ്ടെങ്കിൽ അതുകൂടി കുറച്ചിട്ട് ആ എക്സ്ട്രാ പൈസ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. അത് തികയുന്നില്ല എങ്കിൽ എങ്ങനെ ഇൻകം കുറച്ചൊന്ന് കൂട്ടി ആ ഡിഫറൻസ് എമൗണ്ട് കണ്ടെത്താം എന്ന് പ്ലാൻ ചെയ്യുക. ഇനി അങ്ങനെയല്ല, വലിയൊരു ഡിഫറൻസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുകയും നിങ്ങളുടെ കയ്യിലുള്ള തുകയും തമ്മിലുള്ളത് എങ്കിൽ ഫണ്ടമെന്റലി എവിടെയോ എന്തോ പ്രശ്നം കാണും. ചിലപ്പോൾ നിങ്ങൾ അതിഭീകരമായ നിങ്ങളുടെ ഇന്നത്തെ ലൈഫിന് ഒട്ടും മാച്ചിങ് അല്ലാത്ത ഗോൾസ് ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇന്ന് 50,000 രൂപ ശമ്പളം വെച്ചിട്ട് 100 കോടിയുമായി റിട്ടയർ ചെയ്യണം എന്ന ഗോളൊക്കെ എഴുതിയാൽ ഇവിടെ വർക്ക് ആകില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണ് സംഭവമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഗോൾസിനെ ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യുക. സത്യസന്ധമായ ശരിയായ ഗോൾസ് ആണോ എഴുതിയതെന്ന് ഉറപ്പുവരുത്തുക. കുറച്ചൊന്ന് റിയലിസ്റ്റിക് ആകാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഇനി അതല്ല എങ്കിൽ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതി, ആ എക്സ്ട്രാ എമൗണ്ട് കണ്ടെത്താനുള്ള രീതിയിൽ അപ്സ്കിൽ ചെയ്ത് അതിശക്തമായി ഇൻകം കൂട്ടുക. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തത് അത് തന്നെയാണ്. എല്ലാവരോടും ഞാൻ പറയുന്നതും അത് തന്നെ ചെയ്യാനാണ്. നമ്മുടെ ഇൻകത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതും അത് തന്നെയാണ്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഗോളുകൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഗോളുകളിലേക്ക് എങ്ങനെ ജീവിതത്തിനെ എത്തിക്കാം എന്നുള്ളതിന്റെ പുറകിലുള്ള ഒരു പരിശ്രമത്തിലായിരിക്കണം നമ്മൾ എപ്പോഴും. അതിന് പലപ്പോഴും വരുമാനം കൂട്ടുന്നത് തന്നെയായിരിക്കും സൊല്യൂഷൻ. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് ഫൈനാൻഷ്യൽ പ്ലാനിങ് മാത്രമല്ല, ശരിക്കും ലൈഫ് പ്ലാനിങ് കൂടിയാണ്. അപ്പൊ തിയറി നന്നായി മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഇവിടെയും ഇനി എക്സൽ ഷീറ്റിൽ പോയി ഈ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ താഴെ 2ാമത്തെ ടാബിൽ വന്നിട്ടുണ്ട്. ദ പ്ലാൻ 2 ഫ്യൂച്ചർ ഗോൾസ് പ്ലാൻ എന്ന ഈ ഒരു ടാബിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഗോളുകൾ എഴുതുമ്പോൾ ജീവിതത്തിൽ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള മസ്റ്റ് ഹാവ്സ് ആയിട്ടുള്ള എന്തായാലും എത്തണമെന്നുള്ള ഉറപ്പുള്ള ഗോൾസ് മാത്രമാണ് ഇവിടെ എഴുതേണ്ടത്. ബാക്കി എല്ലാ ആഗ്രഹങ്ങൾക്കുമുള്ള സംഭവം നമുക്ക് പ്ലാൻ 3
ചെയ്യാവുന്നതാണ്. അങ്ങനെ ഗോളുകൾ എഴുതിയതിനു ശേഷം ഇവിടെ എന്തൊക്കെ എഴുതണമെന്ന് നമുക്ക് നോക്കാം. പ്രസന്റ് വാല്യൂ, ഈ ഒരു ഗോൾ ഇന്ന് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കൈവരിക്കണമെങ്കിൽ അതിന് ഇന്ന് എത്ര രൂപ ചെലവ് വരും എന്നുള്ളതാണ് അടുത്ത കോളത്തിൽ എഴുതേണ്ടത്. അതിനുശേഷം ഇയേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഗോളിലേക്ക് ഇനി എത്ര കാലം ഉണ്ട് എന്നുള്ളതാണ് ഇയേഴ്സിൽ എഴുതേണ്ടത്. അതിനുശേഷം ഇൻഫ്ലേഷന്റെ പെർസെന്റേജ് എത്ര എടുക്കണമെന്ന് എഴുതണം. അതിനുശേഷം ഇവിടെ നടത്തുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എത്ര റിട്ടേൺസ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എത്ര റിട്ടേൺസ് തരുന്ന ഒരു സ്ഥലത്താണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ റിട്ടേൺസിന്റെ പെർസെന്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷമുള്ളത് ടാർഗറ്റ് ഫ്യൂച്ചർ വാല്യൂ ആണ്. അതായത് ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ എത്ര രൂപയായിട്ട് ഇതിന് ഗ്രോ ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ഒരു നല്ല കാര്യമുള്ളത്, നമ്മൾ വന്ന് ഇൻപുട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഷീറ്റ് തനിയെ കാൽക്കുലേറ്റ് ചെയ്തോളും. പിന്നെ ഈ രണ്ട് കോളങ്ങളും കൂടി കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റിംഗിന്റെ ക്ലാസ്സിൽ പഠിച്ചതുപോലെ നമ്മുടെ കയ്യിൽ ഓൾറെഡി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് എങ്കിൽ അത് ഈ ഒരു സംഭവത്തിൽ തന്നെ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആകാം. അതിൽ എത്രയാണ് ഈ ഒരു ഗോളിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതണം. അതിനുശേഷം ആ ഒരു സംഭവത്തിൽ നിന്ന് എത്ര ശതമാനം റിട്ടേൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും ഇവിടെ വന്ന് എഴുതണം. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എഴുതുകയാണെങ്കിൽ എത്രയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട റിക്വയർഡ് SIP എമൗണ്ട് എന്നുള്ളത് ഈ ഷീറ്റ് തനിയെ കാണിച്ചു തരും. അപ്പൊ നമ്മൾ എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കൊച്ചിയിലുള്ള ഒരു ഫാമിലിയുടെ എക്സാമ്പിൾ എടുത്തിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പൊ അവരുടെ തന്നെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവർക്ക് 3 ഗോൾസ് ഉള്ളതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഏറ്റവും ആദ്യത്തെ ഗോൾ റിട്ടയർമെന്റ് തന്നെയാണ്. അപ്പൊ ഇന്ന് അവർക്ക് റിട്ടയർ ചെയ്യണമെങ്കിൽ നിയർലി 1.5 കോടി രൂപ വേണമെന്ന് മനസ്സിലായി. അപ്പൊ ആ ഒരു 1.5 കോടി ഇവിടെ കൊണ്ടുവന്നിട്ടു. 30 വർഷം കഴിഞ്ഞിട്ടാണ് റിട്ടയർ ചെയ്യേണ്ടത് എന്നിട്ടു. ഇൻഫ്ലേഷൻ 6% ഉണ്ടാവാൻ സാധ്യത. റിട്ടേൺ കിട്ടാൻ സാധ്യത നിയർലി 12% CAGR റിട്ടേൺസ് ആണ് കിട്ടാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ 8.6 കോടി ഓട്ടോമാറ്റിക്കലി ഷീറ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തതാണ്. ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് കയ്യിൽ വേറെ പൈസയോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് മാസം നിയർലി 24,000 രൂപയുടെ SIP ചെയ്യണമെന്ന് ഈ ഷീറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് വേണ്ട 3 ഗോളുകളും അതിന്റെ ഡീറ്റെയിൽസും ഇട്ടപ്പോൾ ടോട്ടൽ മനസ്സിലാകുന്നത് 35,000 രൂപയുടെ ടോട്ടൽ SIP നടത്തണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നത്, ഈ പ്ലാൻ 1 തന്നെ പ്രോപ്പർ ആകാത്തവർ എങ്ങനെയാണ് പ്ലാൻ 2 ചെയ്യുക? ഇമ്പോസിബിൾ അല്ലേ? ഇവർക്കിപ്പോ ഇത് ചെയ്തു വെച്ചിട്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. എനിക്ക് 35,000 രൂപയുടെ SIP ചെയ്യണമല്ലോ എന്ന് മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഇവരുടെ ജോബ് ടു ബി ഡൺ എന്ന് പറയുന്നത് ഈ പ്ലാൻ 1 ആദ്യം ഉണ്ടാക്കിയിട്ട് ഫൈനാൻഷ്യൽ ഹെൽത്തിനെ ഗുഡിലേക്ക് അല്ലെങ്കിൽ ഗ്രീനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ചെയ്തതിന് ശേഷം ഇവരുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ പൈസ വരും. ആ പൈസയാണ് ഇവരിവിടെ വന്നിട്ട് ഇവരുടെ ഗോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു ഓർഡറിൽ തന്നെ ചെയ്യുക. നമ്മൾ ഇൻവെസ്റ്റിംഗിന്റെ ക്ലാസ്സിൽ പഠിച്ചതുപോലെ പലരും ഇന്നത്തെ ജീവിതം ബെറ്റർ ആക്കുന്നതിന് മുൻപേ ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഇന്നത്തെ ജീവിതത്തിൽ വരുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ്സ് ബ്രേക്ക് ചെയ്ത് വിറ്റ് ഒഴിവാക്കിയിട്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പ്ലാൻ 1 ആദ്യം ചെയ്യണം, അതിനുശേഷം മാത്രമാണ് പ്ലാൻ 2 ചെയ്യേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും ചെറിയൊരു പ്രാക്ടിക്കൽ പ്രശ്നം വരിക. അപ്പൊ ഇവരുടെ കേസ് തന്നെയാണെന്ന് വിചാരിക്കുക. ഇവരിവിടെ കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ തീർത്ത് എല്ലാം ഗ്രീൻ ആക്കിയെന്ന് വിചാരിക്കുക. അങ്ങനെ ഗ്രീൻ ആക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ 35,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഷീറ്റ് കാണിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ അവരുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു 20,000 രൂപയെ ഇൻവെസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സർപ്ലസ് ആയിട്ടുള്ള ഒരു പൈസ കയ്യിലുള്ളൂ എങ്കിൽ ഇവർ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഷീറ്റിലെ ഈ താഴത്തെ ഭാഗമുള്ളത്. അപ്പോൾ കയ്യിലുള്ള പൈസ എത്രയാണ്? 20,000 ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അത് 10,000 റിട്ടയർമെന്റിന് ഇടുന്നു, ഒരു 5,000 ഹൗസിന്റെ ഡൗൺ പേയ്മെന്റിലേക്ക് SIP ചെയ്യുന്നു, അതുപോലെ ചൈൽഡ് എഡ്യൂക്കേഷന് ഒരു 5,000 വെച്ചിടുന്നു. അപ്പൊ കയ്യിലുള്ള പൈസ കൊണ്ടെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വരുമ്പോഴും ഓരോരുത്തർക്കും അവരുടെ ജീവിത സാഹചര്യം വെച്ച് ഓരോ കോൾസ് എടുക്കാം. നമുക്ക് എഗെയിൻ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾസ് എന്താണ്? ഈ 3 ശരിക്കും ഇല്ലേ? ചൈൽഡ് എഡ്യൂക്കേഷൻ ഒക്കെ വേണമെങ്കിൽ ചൈൽഡ് നോക്കിക്കോളും, അല്ലെങ്കിൽ ആ ചൈൽഡ് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പഠിച്ചോളും എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ ചെയ്യാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ 20,000 രൂപ ഉള്ളത് മേ ബി ഒരു 15,000 രൂപ റിട്ടയർമെന്റ് ആണ് കുറെ കൂടി ഇമ്പോർട്ടന്റ്. അപ്പൊ 15,000 രൂപ റിട്ടയർമെന്റിലേക്കും 5,000 ഹൗസ് ഡൗൺ പേയ്മെന്റിലേക്കും. അപ്പൊ ഇവിടെയാണ് ശരിക്കും ഒരു സബ്ജക്റ്റീവ്നെസ് ഇവിടെ വരുന്നത്. ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ നിന്നുള്ള പ്രതീക്ഷകളും ആഗ്രഹങ്ങളും വേറെ ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു ഷീറ്റിൽ നിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് ഭാവിയിലേക്ക് വേണ്ട ഗോൾസ് ആദ്യം എഴുതണം, എന്നിട്ട് അതിന് വേണ്ട റിക്വയർഡ് SIP എമൗണ്ട് കണ്ടെത്തണം. അതിനുശേഷം ആ പൈസ ഇല്ല എങ്കിൽ ഉള്ള പൈസ പറ്റുന്ന പോലെയെങ്കിലും SIPകൾ തുടങ്ങി വെക്കുക. അതാണ് ഈ ഒരു പ്ലാനിങ്ങിൽ പ്ലാൻ നമ്പർ 2 നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നതാണ് ഗോൾ 2. ഫസ്റ്റ് പ്ലാനും പിന്നെ ഇതും ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം നല്ലൊരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉള്ള അവസ്ഥയിലേക്ക് ഓൾറെഡി എത്തും. പിന്നെ ഒന്നിനും നമ്മളെ തളർത്താനാകില്ല. ബേസിക് സേഫ്റ്റിയും സ്റ്റെബിലിറ്റിയും ഇന്നത്തെയും നാളത്തെയും ജീവിതത്തിൽ നമുക്ക് സെറ്റ് ആകും. കൂടുതൽ ആൾക്കാരും ഇത് തന്നെ അച്ചീവ് ചെയ്യാൻ പാടുപെടാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ സെറ്റായി കഴിഞ്ഞാലാണ് അടുത്ത പ്ലാനിങ്ങിലേക്ക് കടക്കേണ്ടത്. പ്ലാൻ 3
ലൈഫ് സ്റ്റൈൽ ഗോൾസ് പ്ലാൻ. അപ്പോൾ ഇന്നത്തെ സേഫ്റ്റിക്കും നാളത്തെ ആവശ്യങ്ങൾക്കുമുള്ള പ്ലാൻസ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ജീവിതത്തെ ആഗ്രഹിച്ച പോലെ കിടിലമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ജീവിതത്തിനെ എത്തിച്ച് അടിപൊളിയാക്കുക എന്നുള്ളതാണ് ഇവിടത്തെ ഗോള്. അപ്പോൾ അതിന് വേണ്ട പ്ലാൻ ആണ് ഇനി നമ്മൾ ഉണ്ടാക്കേണ്ടത്. ലൈഫ് സ്റ്റൈൽ ഗോൾസിന്റെ ഇമ്പോർട്ടൻസ് എന്താ എന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഗോൾ 1ന്റെയും 2ന്റെയും ലക്ഷ്യം ഇന്നത്തെയും നാളത്തെയും ജീവിതത്തെ മോസ്റ്റ്ലി പ്രൊട്ടക്ട് ചെയ്യലാണ്, സ്റ്റേബിൾ ആക്കലാണ്, പണി പാളാതെ നോക്കലാണ്. അതിനുശേഷമാണ് നമ്മൾ സ്വപ്നങ്ങൾ കണ്ട് അതിനനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് പ്ലാൻ ഉണ്ടാക്കേണ്ടത്. അതായത് ലൈഫ് സേഫ് ആക്കിയതിനു ശേഷം ലൈഫ് കിടിലമാക്കാനുള്ള എഫേർട്സ് ഇടാലോ എന്നുള്ളതാണ് ഇവിടുത്തെ ലോജിക്ക്. പക്ഷേ കരിയറും ജീവിതവും ഒക്കെ തുടങ്ങുന്നവരാണെങ്കിൽ ആദ്യമേ തന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കാവുന്നതാണ്. ഏറെക്കുറെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരു റിച്ച് ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയല്ലേ? നല്ല കാറ്, നല്ല വീട്, ഏറ്റവും ടോപ്പ് ബ്രാൻഡുകൾ ഉപയോഗിക്കാൻ പറ്റണം, വില നോക്കാതെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ, ഇന്റർനാഷണൽ വെക്കേഷനുകൾ, മക്കൾക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ എക്സെട്ര. അത് ഷോ ഓഫിനാണെന്ന് പറഞ്ഞൊന്നും ആരും കളിയാക്കേണ്ട ആവശ്യമില്ല. റിച്ച് ലൈഫ് സ്റ്റൈൽ തരുന്ന സുഖവും സൗകര്യവും ഹാപ്പിനെസ്സും ശരിക്കും റിയൽ ആണ്. അപ്പോൾ ഗോൾ 3 എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ആ റിച്ച് ലൈഫ് സ്റ്റൈലിലേക്ക് എത്താനുള്ള പ്ലാൻ ഉണ്ടാക്കലാണ്. അപ്പോൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് വ്യക്തമായി ആലോചിച്ച് അത് മനസ്സിലാക്കി അതിൽ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും എഴുതി വെക്കലാണ്. അതിനുശേഷം ഈ ഓരോ ആഗ്രഹങ്ങളും ഇന്ന് നടത്തിയെടുക്കണമെങ്കിൽ എത്ര ചിലവ് വരും എന്ന് കണ്ടുപിടിച്ച് എഴുതി വെക്കണം. ഒറ്റ അടിക്ക് വേണ്ട തുകകളും മാസാമാസം വേണ്ട ചിലവുകളും ലോൺ എടുക്കേണ്ടി വന്നാൽ അതിന് വേണ്ട EMI-കളും ഒക്കെ മനസ്സിലാക്കി എഴുതി വെക്കണം. ഓരോന്നിനും എന്ത് ചിലവ് വരുമെന്നൊരു മാർക്കറ്റ് സ്റ്റഡി ഒക്കെ നടത്തി കറക്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കണം. എനിക്കറിയാം ഇത് കുറച്ച് പാടുള്ള സമയമെടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്, പക്ഷേ വേണമെന്ന് വെച്ചാൽ കിട്ടാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സ്വപ്ന ജീവിതത്തിന്റെ ചിലവുകൾ എഴുതി കഴിഞ്ഞാൽ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ ഒരു ജീവിതം സുഖമായി ജീവിക്കണമെങ്കിൽ എത്ര രൂപ വരുമാനം വേണമെന്നതാണ്. അതിനുവേണ്ടി വരുമാനത്തിന്റെ എത്ര ശതമാനം വെച്ചാണ് നമ്മൾ എഴുതിയ ആ ജീവിതം നമ്മൾ ജീവിക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അറിയാലോ, ഈ റേഷ്യോ എത്ര കുറഞ്ഞിരിക്കുന്നോ അത്രയും നല്ലതാണ്. ഒരു 75% ഒക്കെ താഴെ എന്തായാലും വെക്കാൻ ശ്രമിക്കുക. ബാക്കി 25% കൊണ്ട് മറ്റ് പില്ലേഴ്സ് ഒക്കെ നന്നായി വർക്ക് ചെയ്യുമെന്ന പ്ലാനും നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ 75 വെക്കുന്നത് എങ്കിൽ അതുപയോഗിച്ച് എത്ര വരുമാനം വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? നമ്മൾ എഴുതിയ ആ ഡ്രീം ലൈഫ് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ ആ കാൽക്കുലേഷനിൽ വരുന്ന അത്ര ഇൻകം വേണമെന്ന് നമുക്ക് മനസ്സിലാകും. ആ എമൗണ്ട് എന്തായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻകത്തിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ എത്ര കൂടുതലാണെന്നുള്ളതിനെ ബേസ് ചെയ്ത് ഇൻകം കൂട്ടാനുള്ള പ്ലാൻ ഉണ്ടാക്കലാണ് മെയിൻ ആയി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇൻകത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചതുപോലെ പല കാര്യങ്ങൾ ചെയ്താൽ ഇൻകം കൂട്ടാൻ പറ്റും. അപ്പോൾ അതിൽ പഠിച്ചതുപോലെ അതിശക്തമായി ഇൻകം കൂട്ടാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി അത് എക്സിക്യൂട്ട് ചെയ്യുക. അത് ചെയ്യുന്നതിലൂടെ ഈ ഒരു ഗോളിന്റെ പ്ലാനും നിങ്ങൾക്ക് സെറ്റ് ആകും. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സൽ ഷീറ്റിൽ പോയി പ്രാക്ടിക്കലി ഇതുകൂടി എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് കണ്ടുപഠിക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ 3ാമത്തെ ടാബിലേക്ക് വന്നിട്ടുണ്ട്, പ്ലാൻ 3 ലൈഫ് സ്റ്റൈൽ ഗോൾസ് പ്ലാൻ. അപ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ഒരു ഷീറ്റ് ഒന്ന് മനസ്സിലാക്കാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യമുള്ളത് എന്താ? നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ചെലവുകളാണ് പെർ മന്ത് വരിക എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് എഴുതലാണ്. അതിനുശേഷം താഴെ വന്നിട്ട് ആ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരു വീടിന്റെയും കാറിന്റെയും ഒരു സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് എത്ര EMI വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതലാണ്. അതിനുശേഷം ഏറ്റവും അവസാനം പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയ ലിവിംഗ് പെർസെന്റ് ഓഫ് ഇൻകം, അതായത് നമ്മുടെ വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് നമ്മൾ ചിലവുകളിലേക്ക് കൊടുക്കാൻ സാധ്യത ഉണ്ടാവുക എന്നുള്ള പെർസെന്റ് എഴുതലാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് 75% മാക്സിമം വെക്കണം, അതിന്റെ മുകളിലേക്ക് പോകാം നോക്കണം. അങ്ങനെ ഇൻപുട്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡില് എത്ര പൈസ വരുമാനം ഉണ്ടാകണം എന്നുള്ളത് ഷീറ്റ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ റിക്വയർഡ് സസ്റ്റൈനബിൾ ടേക്ക് ഹോം ഇൻകം എത്രയായിരിക്കണം, അതും പോസ്റ്റ് ടാക്സ് ആണ് ഷീറ്റ് കാണിച്ചു തരിക. അത് എത്ര ഉണ്ട് എന്നുള്ളത് ഷീറ്റ് കാണിച്ചു തരും. ഇവിടെയും എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതേ ഫാമിലിയുടെ കേസ് എടുക്കുമ്പോൾ അവരുടെ ചിലവുകൾ എത്രയായി കൂടി എന്നുള്ളത് നോക്കിയേ. നേരത്തെ എത്രയായിരുന്നു? നിയർലി 82,000 രൂപ മാസം ചിലവുകൾ ഉണ്ടായിരുന്ന, അതായത് കൺസംഷൻ പ്ലസ് നോൺ ലോൺ കമ്മിറ്റ്മെന്റ് ചിലവുകൾ ഉണ്ടായിരുന്ന അവരുടെ ചിലവുകൾ അവരുടെ ഡ്രീം ലൈഫിൽ വന്നപ്പോൾ നിയർലി ഡബിളായി, നിയർലി ഒരു 1,60,60,000 രൂപയായി. അപ്പോൾ അങ്ങനെ സ്വപ്നം കാണുന്ന ജീവിതം എഴുതുന്നത് തന്നെയാണ് ഇവിടുത്തെ ലക്ഷ്യം. താഴേക്ക് വരികയാണെങ്കിൽ ലോണുകൾ എന്തായെന്ന് നോക്കിയേ. നിയർലി ഒരു 2 കോടി രൂപയുടെ വീട്ടിൽ താമസിക്കണം. അപ്പൊ അങ്ങനെ ഒരു വീട് എടുക്കണമെങ്കിൽ ഡൗൺ പേയ്മെന്റ് കഴിയുമ്പോൾ EMI തന്നെ നിയർലി ഒരു 1,32,000 രൂപ വരും. ഒരു 30 ലക്ഷം രൂപയുടെ, നേരത്തെ എത്രയാണ് നമ്മൾ കണ്ടത്? ഇവർ ഉപയോഗിക്കുന്ന കാർ നിയർലി ഒരു 6 ലക്ഷം രൂപയുടെ കാർ ആയിരുന്നു. അങ്ങനെയല്ല, ഒരു 30 ലക്ഷം രൂപയുടെ കാർ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് നിയർലി ഒരു 60,000 രൂപയുടെ മന്ത്ലി EMI വരുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും താഴെ വന്നിട്ട് ഈ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ പറയുന്ന ഈ ഇൻപുട്ടിൽ അവർ 75 തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ലോജിക് ഒന്ന് പെട്ടെന്ന് പറയാനാണെങ്കിൽ വരുമാനത്തിന്റെ
75% വെച്ചിട്ട് ഈ ജീവിതം ജീവിക്കാൻ പറ്റണം. ബാക്കി 25% വെച്ചിട്ട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റണം, സേവ് ചെയ്യാൻ പറ്റണം. സേവിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അവരുടെയും ഭാവിയിലുള്ള ജീവിതത്തിലെ ഫൈനാൻഷ്യൽ ഗോൾസ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് വേണ്ട മാസം ഈ പറയുന്ന ചെലവുകളിലേക്ക് വേണ്ടത് 3.5 ലക്ഷം രൂപയാണ്. പക്ഷെ ബാക്കി ഒരു 25% ഉണ്ടല്ലോ ബാക്കി കാര്യങ്ങൾക്ക് ആവശ്യമുള്ള, അത് വരുന്നത് 1,17,000 രൂപയാണ്. അപ്പൊ രണ്ടും കൂടി കൂടുമ്പോൾ 4,68,000 രൂപയുടെ മാസ ശമ്പളം വേണമെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്പർ കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ നെട്ടാം, ഇത്ര വലിയൊരു ഇൻകത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തുമെന്ന് ചിന്തിക്കാം. പക്ഷെ ഇൻകത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ചിട്ട്, അപ്പൊ ആഗ്രഹങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എല്ലാ ഡേറ്റയും നമ്പറും മാറ്റുകയാണെങ്കിൽ ഇത്രയൊന്നും വരുമാനം വേണ്ട, ഈ 4.5 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ ഒരു 2 ലക്ഷത്തിലേക്കോ 2.5 ലക്ഷത്തിലേക്കോ എത്തിക്കാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ, ഇതെല്ലാം പ്ലാനിങ്ങിന്റെ ഭാഗമാണല്ലോ, ഇനി അതല്ല എങ്കിൽ എന്റെ സ്വപ്നം അത് തന്നെയാണെന്ന് വെച്ചുകൊണ്ട് എങ്ങനെ ആ സ്വപ്നത്തിലേക്ക് എത്താം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കാം. ആ പ്ലാനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻകം എങ്ങനെ കൂട്ടാം എന്നുള്ളത് തന്നെയായിരിക്കും മോസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫുൾ പ്ലാനിങ് നടത്തുന്നതിലൂടെ എന്താണ് സംഭവിച്ചത്? പ്ലാൻ 1 നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി, ടെൻഷൻ ഇല്ലാതെ പേടിക്കാതെ സമാധാനത്തിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി. പ്ലാൻ 2 ഭാവിയിലും സമാധാനം ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ റിട്ടയർമെന്റിന് അറൗണ്ടുള്ള കാര്യങ്ങൾ സെറ്റാക്കി. അതെല്ലാം ചെയ്തതിനു ശേഷം ജീവിതം ഇങ്ങനെ ഇപ്പൊ നന്നായി പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇനി കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കിടിലമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള പ്ലാനുകൾ കൂടി ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ശരിക്കും നിങ്ങളുടെ എൻറ്റയർ കോംപ്രിഹെൻസീവ് ഫുൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് നടന്നില്ലേ? ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ഷീറ്റ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ പഠിച്ചതുപോലെ ഇവിടെ പഠിച്ചതുപോലെയും കഴിഞ്ഞ 11 ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ച ആ ഒരു ഇൻഫർമേഷനും നോളജും ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത്ര കൂടി പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെ ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കാമെന്ന സെക്ഷൻ ഇവിടെ തീരുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു എന്ന് ഞാൻ പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കാം. ആദ്യം തന്നെ ഇന്നത്തെ ജീവിതം പ്ലാൻ ചെയ്ത് ഫൈനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ ഓക്കെ ആക്കി. അതിനുശേഷം മസ്റ്റ് ഹാവ് ലോങ് ടേം ഗോൾസ് നമ്മൾ എഴുതി അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ പ്ലാൻ ചെയ്തു. അതിനുശേഷം നാളെ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലിലേക്ക് എത്താൻ എന്ത് വരുമാനം വേണമെന്ന് പഠിച്ച് അതിലേക്കുള്ള വർക്ക് തുടങ്ങാനും നമ്മൾ റെഡിയായി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോപ്പർ ഫൈനാൻഷ്യൽ പ്ലാൻ അല്ലെങ്കിൽ ലൈഫ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈസിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കുറെ പണി ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് മടി പിടിച്ച് ചെയ്യാതെ ഇരിക്കരുത്. അപ്പൊ കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ പ്ലാൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ പോകുമ്പോൾ നേരിടാൻ സാധ്യതയുള്ള കുറച്ച് പ്രാക്ടിക്കൽ പ്രശ്നങ്ങളും അത് ടാക്കിൾ ചെയ്യാൻ വേണ്ട സൊല്യൂഷൻസ് കൂടി ഞാൻ പറഞ്ഞു തരാം. 1, ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഐഡിയൽ പ്ലാൻ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ലോകം മാറിക്കൊണ്ടേയിരിക്കും, നിങ്ങളുടെ സ്വഭാവവും ചിന്തകളും കഴിവും എല്ലാം തന്നെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്ലാനും ഒരിക്കൽ ഉണ്ടാക്കിയാൽ എന്നേക്കും വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. എപ്പോഴും പ്ലാൻസ് റീവിസിറ്റ് ചെയ്യുക, വേണമെങ്കിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നോർമൽ ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2, കുറെ അസംഷൻസ് എടുക്കുന്നുണ്ട് നമ്മൾ ഈ പ്ലാനിങ്ങിൽ, പലതും തെറ്റാനും ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ സേഫ് ആകാൻ ശ്രമിക്കുക. കാൽക്കുലേറ്ററുകളിൽ എപ്പോഴും കൺസർവേറ്റീവ് ഫിഗറുകൾ ഇടുക, എന്നിട്ട് അതിൽ കാണിക്കുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ നമ്മൾ എപ്പോഴും ഡിപ്ലോയ് ചെയ്യുക. കുറച്ച് എക്സ്ട്രാ എമൗണ്ട് സേവ് ചെയ്യുക, ഹയർ ഇൻഷുറൻസ് എടുക്കുക, കാൽക്കുലേറ്റർ പറയുന്നതിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, എക്സ്പെക്ടഡ് റിട്ടേൺസ് കുറച്ച് വെക്കുക, എക്സെട്ര. 3, ഈ ക്ലാസ്സിൽ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വളരെയധികം പാടാണ്. കുറെ ഡേറ്റ എടുക്കണം, കുറെ ചിന്തിക്കണം, കുറെ പ്ലാൻ ചെയ്യണം. അപ്പൊ അതൊക്കെ ആലോചിച്ച് ചെയ്യാതെ ഇരിക്കാൻ ഒരിക്കലും പാടില്ല. ആരുടെയെങ്കിലും ഹെൽപ്പ് എടുത്തിട്ടാണെങ്കിൽ പോലും എന്തായാലും എല്ലാവരും ചെയ്തിരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അതുകൂടി മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ ഈ ക്ലാസിന്റെയും ഈ സീരീസിന്റെയും അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ വളരെ വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് ഒന്നുകൂടി പറയാം ടു ഓൾ ഓഫ് യു ഹു ആർ കംപ്ലീറ്റിംഗ് ദ എൻറ്റയർ സീരീസ്. നിങ്ങളും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒരു മൊമെന്റ് എടുത്ത് സ്വയം അപ്രീഷിയേറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്തതിന്. സീരീസിലെ ആദ്യത്തെ ക്ലാസിന്റെ വ്യൂസും കമന്റ്സും ഒന്ന് നോക്കിക്കേ. എത്ര പേരാണ് മൂഡായിട്ട് കിടിലം ഇത് പഠിക്കണം പൊളിക്കണം എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് അവസാനത്തെ ക്ലാസ്സുകളുടെ വ്യൂസ് നോക്കിക്കേ, കുറവല്ലേ? അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ മോട്ടിവേഷൻ ഡ്രോപ്പ് ആകാതെ അതിശക്തമായി ജീവിതം ബെറ്റർ ആക്കാൻ എഫേർട്ട് ഇട്ടവരാണ് നിങ്ങൾ കുറച്ച് പേര്. അപ്പൊ അതൊരു കിടിലൻ സംഭവം തന്നെയാണ്. നിങ്ങൾ ഇത്രയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും കാണിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ അതിശക്തമാകും. അപ്പൊ അതിനൊരു ഓൾ ദി ബെസ്റ്റ് കൂടി ഞാൻ പറയാം. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സും ഇൻഡെപ്ത് ആയി കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ 90-95% ആൾക്കാരെക്കാൾ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ടുണ്ടാകും. അപ്പൊ ഒരു പുതിയ വർഷം 2026 തുടങ്ങുകയാണ്. ഈ സീരീസിലും ഈ ക്ലാസ്സിലും പഠിച്ച എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ലൈഫ് കിടിലമാക്കുക. ഇനി മുതൽ ജീവിതത്തില് പൈസയെ പേടിക്കാതെ ജീവിക്കണം. പൈസ എന്ന ടൂളിനെ ഇന്റലിജന്റ് ആയി മാനേജ് ചെയ്ത് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫിലേക്ക് തീർച്ചയായിട്ടും എത്തണം. എന്തെങ്കിലും അവിടെ എത്തുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ മൈൽ സ്റ്റോൺസ് കഴിയുമ്പോഴോ ഇവിടെ വന്ന് കമന്റ് ചെയ്ത് അറിയിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷമാകും. പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിന്റെ ഓരോ പില്ലറുകളുടെയും ഇമ്പോർട്ടൻസ് ഞാൻ ഇവിടെ ഒന്നുകൂടി എടുത്ത് ഓർമ്മിപ്പിക്കുന്നു. ഇതിലെ
ഓരോ പില്ലറിനെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ജീവിതം നന്നാക്കാൻ ഒരിക്കലും പറ്റില്ല. ഓരോന്നിലേക്കും ആക്റ്റീവ് കോൺഷ്യസ് എഫേർട്ട് ഇട്ട് അതിനുവേണ്ടി പ്രയത്നിച്ച് മാത്രമേ നമുക്ക് ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഇതിന്റെയൊക്കെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ എന്തായാലും പാടാണെന്നും കുറെ സമയം എടുത്തേക്കാമെന്നും എനിക്കറിയാം. ഇറ്റ് ഈസ് ഓക്കെ. ജീവിതം ഹാപ്പിയായി ജീവിക്കാനുള്ളതാണ്. ഇത് കണ്ട് ടെൻഷൻ അടിക്കുന്നതിന് പകരം മോട്ടിവേറ്റഡ് ആയിട്ട് പയ്യെ ആണെങ്കിലും കാര്യങ്ങൾ സെറ്റ് ആക്കി എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു 5 പേർക്കെങ്കിലും ഇതൊക്കെ പറഞ്ഞുകൂടി കൊടുത്താലേ നമ്മൾ സ്വപ്നം കാണുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ നമുക്ക് എത്തിക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് ആശാനായതുപോലെ നിങ്ങളും നിങ്ങളുടെ സർക്കിളിൽ ഒരു ആശാനാവുക. അപ്പോൾ അതിശക്തമായ അറിവുകൾ പങ്കുവെക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സീരീസ് എന്നും ഇവിടെ തന്നെ ഫ്രീ ആയി നമ്മളുടെ ചാനലിൽ ഉണ്ടാകും. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വന്ന് റിവൈസ് ചെയ്യാം, പഠിക്കാം. അപ്പോൾ സീരീസ് കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മനസ്സിലുള്ളത് എല്ലാം തന്നെ തുറന്ന് കമന്റ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് പറയുന്നത് ഇത്തവണ നമുക്ക് ഒരുമിച്ചാക്കാം. ഓക്കെ, റെഡി? 1 2 3 4. അതിശക്തം.